ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഈദ് മുബാറക്ക്. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് ഈദ് വ്ളോഗിൻ്റെ വിശേഷങ്ങളാണ്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഏർലി മോർണിംഗ് തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ ആദ്യം തന്നെ മൈലാഞ്ചി ഇടാനിരുന്നു കൊടുത്തു. കാരണം എല്ലാ തവണയും ജോലി കഴിഞ്ഞ് മൈലാഞ്ചി ഇടാന്ന് വിചാരിച്ചാൽ അത് നടക്കുകയില്ല. തലേന്ന് തന്നെ മന്തിക്കുള്ള ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചു. അതേപോലെ ബിരിയാണിക്കുള്ള സവോള ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിരുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. പക്ഷേ പിറ്റേ ദിവസത്തെ ആ എളുപ്പം ഓർത്തിട്ട് ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ആണ് നമ്മൾ കിടന്നിട്ടുണ്ടായിരുന്നത്. ചെറിയ പെരുന്നാൾ കഴിയുമ്പോൾ തന്നെ വലിയ പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഞങ്ങളുടെ പതിവ്. എല്ലാവരും ഇങ്ങനെയാണോ എന്നറിയില്ല. അതിൻ്റെ ഒരു വലിയ കാരണം എന്ന് പറയുന്നത് കുറേ ദിവസം നമുക്ക് ലീവ് കിട്ടുന്നു, എല്ലാവരും കൂടി ഒത്തുചേരുന്നു. ഇതൊക്കെയല്ലേ നമ്മൾ പ്രവാസികൾക്ക് വേണ്ടതല്ലേ. നമുക്കിവിടെ വെളുപ്പിന് 5 മണിക്കായിരുന്നു പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് തന്നെ നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് കൊളീഗ്സിനെയൊക്കെ കണ്ട് സലാം പറഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ നമ്മുടെ സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടായ വസന്ത മനാമയിലേക്ക് ചെന്നു. അങ്ങനെ അവിടുന്ന് വയറ് നിറച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് നമ്മൾ പതിയെ ഇറങ്ങി. പിന്നെ ഇങ്ങനത്തെ വിശേഷ ദിവസങ്ങളിൽ നമുക്കൊന്ന് ഡ്രസ്സപ്പായി കഴിയുമ്പോൾ ഒരു ഫോട്ടോഷൂട്ട് എടുക്കാൻ എന്തായാലും തോന്നുമല്ലോ. അങ്ങനെ നമ്മൾ കാർ എടുക്കാതെ നേരെ നടന്നു. തൊട്ടടുത്തായിരുന്നു ബാബൽ ബഹ്റൈൻ. അപ്പം തന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മളവിടെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഏകദേശം 8:30 മോർണിംഗ് ടൈം. ആ ടൈമിൽ പോലും നമുക്ക് ചൂട് സഹിക്കാൻ വയ്യാതെ നമ്മൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു. വീട്ടിലെത്തി കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. ആ ടൈമിൽ തന്നെ നമ്മൾ ഫാമിലീസിനൊക്കെ വിളിച്ച് സംസാരിക്കുകയായിരുന്നു. അങ്ങനെ പതിയെ കിച്ചണിൽ കയറി നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. മന്തി നമ്മൾ സ്മോക്ക് ചെയ്യാൻ വെച്ചു, ബിരിയാണി ദമ്മിട്ടു. അങ്ങനെ ഫുഡ് സെർവ് ചെയ്ത് അൽഹംദുലില്ലാ റാഹത്തായിരുന്നു നമ്മുടെ അന്നത്തെ ലഞ്ച്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഫുൾ റെസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ ആ ദിവസം എൻഡപ്പായി. താങ്ക്സ് ഫോർ വാച്ചിങ്.